Okay, dear students, all of you welcome to chemistry classes. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. Okay, now be ready for the class. നമ്മൾ പീരിയോഡിക് ടേബിൾ അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്ന ചാപ്റ്റർ. അതിനുശേഷം നമ്മൾ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ അതിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാറുള്ളത്. ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോകാം. ഈ ക്ലാസ്സിൽ നിങ്ങളുടെ കയ്യിൽ വേണ്ടത് ഒന്ന് ടെക്സ്റ്റ് ബുക്ക് കയ്യിൽ വേണം, രണ്ടാമത് നമ്മൾ എപ്പോഴും പറയാറുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ ക്വസ്റ്റ്യൻസ് കയ്യിൽ വേണം. ഇത് രണ്ടും നിങ്ങളുടെ കയ്യിൽ തന്നെ വേണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ക്ലാസ് കൃത്യമായിട്ട് മനസ്സിലാവുകയും മുമ്പോട്ട് പോകാൻ പറ്റൂ. ഓക്കെ, നമ്മൾ ആദ്യം എപ്പോഴും ചെയ്യാറുള്ള പോലെ എപ്പോഴത്തെയും പോലെ നമ്മൾ ആദ്യം പ്രീവിയസ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Okay, so first question, which of the following is the highest ionization enthalpy? Highest ionization enthalpy ഉള്ള രണ്ട് ഗ്രൂപ്പാണ് ഉള്ളത്. ഒന്ന് ഹാലജൻ ഗ്രൂപ്പ്, രണ്ട് ഓക്സിജൻ ഗ്രൂപ്പാണ് ഉള്ളത്. അതിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഹാലജൻ ഗ്രൂപ്പിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്ലോറിന് നെഗറ്റീവ് ആണ് കേട്ടോ. നെഗറ്റീവ്. ഇറ്റ് ഈസ് അയണൈസേഷൻ എൻതാൽപ്പി ആണ് അല്ലേ? ഓക്കെ, സോറി, ഞാൻ ഇലക്ട്രോണിക് എൻതാൽപ്പി എന്ന് വിചാരിച്ചു. ഡോണ്ട് വറി. അയണൈസേഷൻ എൻതാൽപ്പി നമ്മൾ നോക്കുമ്പോൾ മൂവിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അയണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസസ്. ക്ലിയർ? അയണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസസ്. അപ്പൊ ഏറ്റവും കൂടുതലുള്ളത് ഏറ്റവും റൈറ്റിലുള്ളത്, മൂവിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അയണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസസ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അയണൈസേഷൻ എൻതാൽപ്പി ഉള്ളത് ഫ്ലൂറിനാണ് ഇതിന്റെ കാര്യത്തിൽ. ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് തിരിച്ചും ചോദിക്കാം. Which of the following is highest negative electron gain enthalpy? അതിന്റെ ആൻസർ ക്ലോറിൻ ആണ് വരിക. ആ ഗ്രൂപ്പിൽ തന്നെ ക്ലോറിൻ ആണ് വരിക. സോ ദാറ്റ് ഈസ് ദി തിങ്. അയണൈസേഷൻ എൻതാൽപ്പി ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഇനി സെക്കൻഡ് വൺ, atomic radius of the distance. Atomic radius is the distance between the center of nucleus and outermost shell of electron. Explain the variation of atomic radius along the group and period in the modern periodic table. Modern periodic table. അത് നമ്മൾ എങ്ങനെ ആൻസർ ചെയ്തു? നമ്മുടെ കയ്യിൽ ആ നോട്ട്ബുക്കിൽ ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ റേഡിയസ് കഴിഞ്ഞ ശേഷം മൂവിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. സോ യു ക്യാൻ സേ റേഡിയസ് ഡിക്രീസസ് ആൻഡ് ടോപ്പ് ടു ബോട്ടം റേഡിയസ് ഇറ്റ് ഈസ് ആൾസോ ഇൻക്രീസസ്. ഇത്രയാണ് കാര്യം. പരീക്ഷയ്ക്ക് ഇങ്ങനെ എഴുതി വെച്ചാലും മതി, പക്ഷെ കുറച്ചുകൂടി ഒരു സെന്റൻസ് വൈസ് ആണ് ബെസ്റ്റ്. ഫസ്റ്റ് പോയിന്റ്, മൂവിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് എലോങ് ദ പീരിയോഡ് വഴി പോവാണെങ്കിൽ റേഡിയസ് ഡിക്രീസസ്. റീസൺ അവർ ചോദിച്ചില്ല. ഓക്കെ, റേഡിയസ് ഡിക്രീസസ്. ദെൻ മൂവിങ് ഫ്രം ടോപ്പ് ടു ബോട്ടം in through a group radius increases. അപ്പൊ ഓരോന്നിനും ഓരോ മാർക്ക് വെച്ച് അതിന്റെ റീസൺ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. Then next question, third question, complete the reaction. Okay, Na2O plus H2O. Na2O plus H2O. What is Na2O? Sodium oxide. Na2O and then H2. Okay, H2O. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ കൂടിയാണിത്. സോ ഇത് ബോണ്ട് ഇവിടെ ബ്രേക്ക്. ഓക്കെ, ഇത് മെറ്റൽ ഓക്സൈഡ്സ് ആണ്. മെറ്റൽ ഓക്സൈഡ്. അപ്പൊ അത് ഏതിലാ വരിക? ഇതിന്റെ അകത്ത് വരിക നേച്ചർ ഓഫ് മെറ്റൽ ഓക്സൈഡ്. അപ്പൊ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ ഏറ്റവും ലാസ്റ്റ് എടുത്ത് ചാപ്റ്ററിലെ ഏറ്റവും ലാസ്റ്റ് എടുത്ത കാര്യം നേച്ചർ ഓഫ് ഓക്സൈഡ്സ് ആ ഭാഗത്തിലാണ് വരിക കേട്ടോ. ഓക്കെ, Na2O plus H2O. അപ്പൊ ഇവിടെ എണ്ണയുടെ ഭാഗത്ത് OH വരും. ഓക്കെ, then ഈ ഭാഗത്ത് H വരും. ഇവിടെ ഒരു OH വരും. ഇവിടെ എന്ത് വരും? H. Now you can get here again NaOH, then 2NaOH, then plus പിന്നെ ബാലൻസ് എന്താ വരിക? H2O. Here again H2O. Clear ആണോ? Yes. ഇതാണ് ആ റിയാക്ഷൻ. ഓക്കെ, അപ്പോ ഇതാണ് കംപ്ലീറ്റ് ദ റിയാക്ഷൻ. ഐഡന്റിഫൈ ദ നേച്ചർ ഓഫ് എബോ ഓക്സൈഡ്, എക്സാമിൻ ദ പ്രൊഡക്റ്റ് ഓഫ് ദി എബോ റിയാക്ഷൻ. അപ്പോ ഇത് യൂഷ്വലി എന്താണ്? ബേസിക് ആണ്. ദിസ് ഇസ് കാൾഡ് എന്താണ്? ബേസിക് അല്ലെങ്കിൽ ബേസ് ആണ്. അതുകൊണ്ട് ദിസ് മെറ്റൽ ഓക്സൈഡ് ഈസ് എന്താണ്? ബേസിക്. ഓക്കെ, ബേസിക് ആണ്.
Clear ആണല്ലോ? Yes. ഇനി അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാണ് Cl2O7. Okay, it is a Cl2O7 then H2O. Cl2O7 എന്ന് പറഞ്ഞാൽ it is a chlorine non-metal ആണ്. Okay, it is a non-metal. അപ്പൊ non-metal oxides are acidic നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. So it is also acidic. Acidic ആണ്. Okay, ഇത് പറഞ്ഞ പോലെ തന്നെ acidic ആണ്. ഇതിന്റെ റിയാക്ഷൻ നമ്മൾ ഒരല്പം ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്യും. ഡോണ്ട് വറി എനിത്തിങ്. ഓക്കെ, കാരണം ഇതിന്റെ റിയാക്ഷൻ അറിയണമെങ്കിൽ ഇതിന്റെ സ്ട്രക്ചർ ഒന്ന് ചെറുതായിട്ട് മനസ്സിലാക്കി വേണം. ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. ഇൻഡെക്സ് ക്വസ്റ്റ്യൻ ഒന്നാണ്, അല്ലെങ്കിൽ സോൾഡ് ക്വസ്റ്റ്യൻ ഒന്നാണ്. നിങ്ങൾ പ്രയാസം തോന്നരുത്. ഇറ്റ് ഇസ് എ സിമ്പിൾ തിങ്. ഓക്കെ, ഇതിന്റെ സ്ട്രക്ചർ ഞാനൊന്ന് വരയ്ക്കാൻ പോണേ. ഓക്കെ, ഇറ്റ് ഇസ് ലൈക്ക് ദിസ് വേ. Cl, okay, here again Cl, and this also oxygen is connected. Okay, ഇനി ബാലൻസ് ഒരു ഓക്സിജൻ ഇതിൽ പോയി, 7 ഒരു ഓക്സിജൻ ഇതിൽ പോയി, പിന്നെ ബാലൻസ് 3 ഓക്സിജൻസ് ഉണ്ട്, പ്ലസ് 3 ഓക്സിജൻ 6 എണ്ണം. 3 ഇവിടെ കൊടുക്കും, 3 ഇവിടെ കൊടുക്കും. അപ്പൊ ഇവിടെ ഡബിൾ ബോണ്ട് ഓക്സിജൻ, again double bond oxygen, this also double bond oxygen, and here again double bond oxygen, this also double bond oxygen, again here double bond oxygen. Can you follow? Yes. Now what happens next? You are adding H2O. H2O adding bond ഇവിടെയാണ് break. Now you can break the bond, and here it is H, and this side is what? OH. ഓക്കെ, അപ്പൊ OH ഉള്ളത് ഇവിടെയും OH ഉള്ളത്, രണ്ട് സെയിം മോളിക്യൂൾ ഉണ്ടാവാം. അപ്പൊ ഇനി മോളിക്യൂൾ പക്ഷെ നമ്മൾ ഷോർട്ട് ഫോമിൽ എഴുതുള്ളൂ. ഇവിടെ ശരിക്കും OH ആണ് കേട്ടോ, OH ആണ്. പക്ഷെ OH അങ്ങനെ നമ്മൾ എഴുതില്ല. So it is H. Okay, അത് H ആണ്. Then Cl. Okay, it is a Cl. Then balance how many oxygen? 1, 2, 3, 4. ClO4. Okay, ClO4. ഇത് രണ്ട് മോളിക്യൂൾ ആണ്. Then 2HClO4. ഇത് വേറെ ഒരു ആസിഡ് ആണ്. ഓക്കെ, ഇത് നമ്മൾ അതിന്റെ പേര് പെർക്ലോറിക് ആസിഡ് എന്നൊക്കെ പറയുന്നു. ഓക്കെ, ഇറ്റ്സ് വൺ ഓഫ് ദി ആസിഡ്. ഓക്കെ, അല്ലെങ്കിൽ ക്ലോറിൻ ആസിഡ് എന്ന് പറയാം. ഇറ്റ് ഇസ് ഓൾസോ ക്ലോറിൻ ആസിഡ്. സോ എനിവേ ഇറ്റ് ഈസ് എ ആസിഡ്. അപ്പൊ ആസിഡ് ആണെങ്കിൽ ദിസ് ഇസ് വാട്ട് ആസിഡിക് ആണ്. ക്ലിയർ? യെസ്. അപ്പൊ ഇതൊന്ന് എഴുതിയെടുത്തേക്കാം. ഈ ഭാഗം ഓൾറെഡി നമ്മുടെ നോട്ട്ബുക്കിലുണ്ട്. ഇതാണ് നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാത്ത ഭാഗമാണ് കേട്ടോ. ഓക്കെ, then fourth question. The element that, okay, ഇത് എഴുതിയല്ലോ അല്ലെ, പോസിറ്റീവ് എഴുതാം. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. The element that has outer electronic configuration 3d5 4s1. Okay, it is a 3d5 and here again 4s1. ഇങ്ങനെ കോൺഫിഗറേഷൻ ഉള്ളത് ഡി ബ്ലോക്കിൽ മാത്രമേ ഉള്ളൂ. ഏത്? വാലൻസ് ആണ് ഈ പറയുന്നത്. ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വാലൻസ്. ഓക്കെ, അപ്പൊ ഡിയില് 5, അടുത്ത 4s 1. നമ്മൾ ഇങ്ങനെ അതിന്റെ ഫോർമുല എഴുതിയേക്കണേ. n-1. ഓക്കെ, D1 മുതൽ 10 വരെ. കോമ അടുത്തതായിരിക്കും ns. ഓക്കെ, 1 to 2. അപ്പൊ ഇതാണ് ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഫോർമുല. ഓക്കെ, ഇനി അവരെന്താ ചോദിച്ചാൽ ഉള്ളിലേക്ക് പോയിട്ട് നോക്കാം. Identify the element that has outer electronic configuration 3d5 4s1. അങ്ങനെയാണെങ്കിൽ it is D block. Option C is the correct answer. Then fifth question. Identify the group and period of an element with having atomic number Z25. Okay, 25 like ഗ്രൂപ്പും പീരിയഡും ഫൈൻഡ് ചെയ്യണം. ഓക്കെ, ഇത് നമുക്ക് സാധാരണഗതിയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇത് ഇങ്ങനെ ക്വസ്റ്റ്യൻ കേട്ട് നിങ്ങൾ ബേജാറാവണ്ട. ഓക്കെ, നമ്മുടെ ക്ലസ് ടേബിളിന്റെ സെന്റർ പേജില് എന്തുണ്ട്? പീരിയോഡിക് ടേബിൾ ആണ്. ഓക്കെ, അതങ്ങ് തുറന്നു കഴിയുമ്പോൾ പീരിയോഡിക് ടേബിൾ കാണാൻ പറ്റും. 25 എവിടെയാന്ന് നോക്കാം. 25 എവിടെയാന്ന് നോക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ ഇറ്റ് ഈസ് 25. ഇറ്റ് ഈസ് 25 എന്താണ് എലിമെന്റ് ഞാൻ നോക്കാം. Okay, it is here again manganese. Okay, this is manganese. Okay, manganese. 25 manganese ആണ്. ഇനി ഈ ഭാഗം നമുക്ക് ഏത് പീരിയഡ് ആണ്, നിങ്ങൾ ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ക്ലസ് ടേബിൾ നോക്കിയാൽ മതി. സോ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, ഇനിയാണ് മാംഗനീസ് കേട്ടോ. സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്. അപ്പൊ സ്കാൻഡിയം നോക്കുമ്പോ 3 ആണ്. ഓക്കെ, then 4 and 5, here again 6 and 7. ക്ലിയർ ആണല്ലോ?
ഇനി ഇത് നോക്കുമ്പോ നമ്മുടെ ഈ ഗ്രൂപ്പ് ഈ പറഞ്ഞ പോലെ ഇത് ഗ്രൂപ്പ് നോക്കുമ്പോ 7 ആണ്. ഗ്രൂപ്പ് ഇറ്റ് ഈസ് 7. ഇനി ഈ ഭാഗം നോക്കുമ്പോ നമുക്ക് മനസ്സിലാവുക ലിഥിയം സെക്കൻഡ് പീരീഡ് ആണ്. ലിഥിയം സോഡിയം, ഓക്കെ, ഇറ്റ് ഈസ് ആൾസോ സോഡിയം. ദെൻ പൊട്ടാസ്യം പിന്നെ അങ്ങനെ പോവാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി അപ്പുറത്ത് വരുമ്പോ യു ക്യാൻ സേ ലിഥിയത്തിന് അപ്പുറത്ത് ബെറിലിയം, മെഗ്നീഷ്യം, പിന്നെന്താ കാൽസ്യം. കാൽസ്യം ശേഷമാണ് ഇവിടെ വരിക. ഓക്കെ, കാൽസ്യം 20 ആണ്. സോ 21 ആണ് സ്കാൻഡിയം കേട്ടോ, സ്കാൻഡിയം. അപ്പൊ ഇവിടെ 2, 3, 4. ഓക്കെ, നാലാമത്തെ പീരിയോഡ് ആണ്. ഓക്കെ, then 7th group ആണ്. So answer is 4th period. Here again 4th period and here again period ആണ്. Then 7th group. Okay, so that is the answer. നിങ്ങൾ ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഞാൻ ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടി എനിക്ക് ഇത്രയും കഷ്ടപ്പെടുന്നു. ജനറലി ഇതിന്റെ ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾ ഏത് നോക്കിയാൽ മതി? ക്ലസ് ടേബിൾ നോക്കിയാൽ മതി. ഓക്കെ, then next question. The 5th next question. Predict the formula of the stable binary compound would formed by the combination of following elements: lithium, oxygen, aluminum and iodine. ഇത് നമ്മൾ 0 ചാപ്റ്ററിൽ പഠിപ്പിച്ചായതുകൊണ്ട് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാത്താണ്, ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാത്താണ്. എന്നാലും നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. സോ ലിഥിയം, ഓക്കെ, ലിഥിയം, ഓക്സിജൻ. അടുത്ത് നോക്കുമ്പോൾ അലൂമിനിയം ആൻഡ് ഓക്കെ, ലിഥിയം ഫസ്റ്റ് ഗ്രൂപ്പ്. സോ 1. ഓക്സിജൻ ഏത് ഗ്രൂപ്പാണ്? 16th ഗ്രൂപ്പാണ്. പക്ഷെ വാലൻസി 2 ആണ്. 16th ഗ്രൂപ്പിന് 2 ടൈപ്പ് ഓഫ് വാലൻസി ഉണ്ട്. ഒന്ന് 6ഉം then 2ഉം. അപ്പൊ ഇത് നമ്മൾ ക്രോസ് ചെയ്യുന്നു. Now you can cross it. അപ്പൊ എന്ത് കിട്ടും? ലിഥിയം 2 and then oxygen 1. ഓക്കെ, 1 നമ്മൾ എഴുതുന്നില്ല. ഇനി അലുമിനിയം നോക്കുക. 13 ഗ്രൂപ്പ് കോമ്പൗണ്ട് ആണ്. എലമെന്റ് ആണ് അലുമിനിയം. And so it is 3, iodine it is 1. Cross ചെയ്യുന്നു. So it is also AlI3. So this is the answer. Clear? Yes. Then 6th question. Explain the general periodic trend of first ionization enthalpy along a period and group in the periodic table. ഇത് ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. മൂവിങ് ഫ്രോം അയണൈസേഷൻ എൻതാൽപ്പിയിലെ ട്രെൻഡ്സ് നോക്കിയാൽ മതി. ട്രെൻഡ്സ്. സോ നിങ്ങൾ നോട്ട്ബുക്ക് മറിക്കാം. അയണൈസേഷൻ എൻതാൽപ്പി, അതിന്റെ അടുത്ത് ട്രെൻഡ്സ് നോക്കാം. മൂവിങ് ഫ്രോം ലെഫ്റ്റ് ടു റൈറ്റ് അയണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസസ്. മൂവിങ് ഫ്രോം ടോപ്പ് ടു ബോട്ടം അയണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസസ്. അതാണ് ജനറൽ കാര്യമാണ് ചോദിച്ചത്. ദെൻ ഇനി അതിലേക്ക് നമ്മൾ അടുത്തേക്ക് പോവാണ്. Then 7th one. Give the IUPAC name for the element atomic number 117. Okay, it is a 117. So what is 117? Okay, so it is here again 117. Okay, yes. 1 എന്ന് പറയുമ്പോൾ what is the thing? 1. Okay, first one it is nil. 1 is un. Okay, and so you can say what is the IUPAC name? Okay, so you can say this is un. Okay, and again this also un. Okay, un. പിന്നെ 7 നമ്മള് സെപ്റ്റ് എന്ന് പറയും. എട്ടല്ല സെപ്റ്റ്. Here again സെപ്റ്റ് എന്ന് പറയും. Then plus IUM. Clear? ശരിയാണോ? ഇനി നമ്മൾ ഒരുമിച്ച് എഴുതാം. So it is un. Okay, un in each small. Un this one un septium. Okay, this is septium. So this is the answer. Okay, ini symbol വേണമെങ്കിൽ U. Okay, then US. This is the symbol US. Clear? Then 7th B question. The modern periodic table element in a given group having similar chemical properties give reason. അതിന്റെ ആൻസർ ഇതൊക്കെ കുറെ ഇതിനകത്ത് കുറച്ച് കോമൺ ക്വസ്റ്റ്യൻസ് എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കണം കേട്ടോ. ഓക്കെ, അപ്പോ എല്ലാത്തിലും സെയിം, ഒരു ഗ്രൂപ്പിന്റെ അകത്ത് എല്ലാത്തിലും സെയിം കെമിക്കൽ പ്രോപ്പർട്ടിയാണ്. കാരണം number of valence electrons are same. Answer is number of valence electrons are same. എല്ലാത്തിലും valence electrons same ആണ്. Then according to the following 8th question. The ionic radius of fluoride ion is 136. Okay, അതാണ് fluoride ion. F minus is 136 picometer. And then while the atomic radius of fluorine is 64. Okay, fluorine is 64.
ഇതിന് വളരെ കൂടുതലാണ്. കാരണം ഇതിന്റെ ഇതിലേക്ക് ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുക. ഓക്കെ, സോ ദ സൈസ് ഓഫ് ആനയോൺ ഈസ് ബിഗ്. Size of anion is big as compared to its element. അത്ര എഴുതിയാൽ മതി. The size of anion is big as compared to its element. Okay, അല്ലെങ്കിൽ addition of electron give big, okay, big anion. So that's it. ഒരു മാർക്കുള്ളൂ, അത്ര നമ്മൾ പ്രതീക്ഷിക്കുന്നു. അടുത്തത്, സെക്കൻഡ് അയനൈസേഷൻ എൻതാൽപ്പി ഓഫ് എലമെന്റ് ആൾവേസ് ഗ്രേറ്റർ ദാൻ ദി ഫസ്റ്റ് അയനൈസേഷൻ എൻതാൽപ്പി. അതൊക്കെ ജനറൽ ക്വസ്റ്റൻ ആണ്. അത് എവിടെ നിന്നാ വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സോഡിയത്തിന്ന് വരാം. സോഡിയം, ഓക്കെ, മെഗ്നീഷ്യസ് നമ്മൾ ഇതിനകത്ത് എക്സാമ്പിൾ പറയാൻ പാടില്ല. അയനൈസേഷൻ എൻതാൽപ്പിയിൽ നമ്മൾ ഫസ്റ്റ് ഒരു ഡിസ്കഷൻ കൊടുത്തത് സോഡിയത്തിന്റെ അകത്ത്. അപ്പൊ സോഡിയത്തിന്റെ അകത്ത് നമ്മൾ നോക്കുമ്പോൾ ആദ്യത്തെ അയനൈസേഷൻ എൻതാൽപ്പി കുറവാണ്, രണ്ടാമത്തെ അയനൈസേഷൻ വളരെ ബിഗ് ആണ്. അതാണ് ചോദ്യം. ഓഫ് an element is always greater than the first ionization enthalpy. Answer is simple. Simple ആയിട്ട് ആൻസർ ചെയ്തോളൂ. ഓക്കെ, removal of one electron is easy, but removal of after that removal of another electron is difficult, because removal of an electron from cation is very difficult. Answer is, and key point is that removal of an electron from cation is very difficult. Cation in the electron removal buttonta. Okay, then ninth question. Chlorine has most negative electron gain enthalpy. Justify the statement. വളരെ ക്ലിയർ കട്ട് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ ഒരു സെക്ഷൻ്റെ അകത്ത്. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറഞ്ഞ ഹെഡിങ്ങിൽ അനോമലസ് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അകത്ത് ക്ലോറിൻ ആണ് കൂടുതൽ ആസ് കമ്പയർഡ് ടു ദ ഫ്ലൂറിൻ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. അതിന്റെ റീസൺ അവിടെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അത് വായിച്ചു നോക്കുക, അത് തന്നെ ഇവിടെ എഴുതിയാൽ മതി. 2 മാർക്ക് ക്വസ്റ്റൻ ആയിരിക്കും. യെസ്, പിന്നെ അതിന്റെ പുറകെ പോകുന്നില്ല. 10th question. Identify the position of aluminum and sulfur in periodic table with the help of electronic configuration. Another question. Identify the position of aluminum. 13 group compound ആണ് അലൂമിനിയം. അത് ബോറോണ്ട് തൊട്ട് താഴെ വരും. ഓക്കെ, അപ്പൊ അതങ്ങനെ 13 ഗ്രൂപ്പ് എന്ന് എഴുതിയിട്ട് ബോറോൺ തൊട്ട് താഴെ അലൂമിനിയം എന്ന് എഴുതിയാൽ മതി. അതിനുശേഷം ഇനി തൊട്ടപ്പുറത്ത് സൾഫർ അവിടെ വരും. ആദ്യം 16 ഗ്രൂപ്പ് എന്ന് എഴുതണം, തൊട്ട് താഴെ ഓക്സിജൻ, അതിന്റെ തൊട്ട് താഴെ സൾഫർ എന്ന് എഴുതണം. അപ്പൊ കറക്റ്റ് ആയി. With the help of electronic configuration. Okay. Then write the formula of the compound between them. Yes, അത് വളരെ ഈസിയാണ്. Is also aluminum. Okay, aluminum atomic number വേണ്ട, ഇതിന്റെ അകത്ത് വാലൻസ് ഇലക്ട്രോൺ 3 ആണ്. Then sulfur 2 ആണ്. Crossing. So it is a crossing like this way. Answer is Al, then 2, Al2, then here again 2, As3, Al2S3. So this is the answer. അതിന്റെ അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ ആണത്. ഓക്കെ, then 11th question. Among N3 minus oxygen 2 minus F minus sodium plus and aluminum plus, which has the smallest size? ഇത് നമ്മൾ നോട്ട്ബുക്കിൽ ചെയ്യിച്ചിരുന്ന ക്വസ്റ്റ്യൻ, നമ്മുടെ ഇൻ ടെക്സ്റ്റ് സോൾവ്ഡ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ നോക്കുക, റേഡിയസിന്റെ അകത്തൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സെയിം തിങ് ആണ്, സെയിം ഡിറ്റോ ക്വസ്റ്റ്യൻ. നമ്മൾ പിന്നെയും അതിന്റെ പുറകെ പോകുന്നില്ല, സോൾവ് ചെയ്യാൻ പോകുന്നില്ല. Then 12th question. Give reason for the following. Oxygen has lower ionization enthalpy than nitrogen and fluorine. Okay. അപ്പോ ഇതിനകത്ത് സ്വല്പം നമ്മൾ നോർമലി ഓക്സിജൻ ഹാസ് ലോവർ ionization enthalpy, നൈട്രജൻ ആണെങ്കിൽ നമ്മുടെ നോട്ട്ബുക്കിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, ആൻസർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ക്ലോറിനും ഫ്ലൂറിനും പോലെ തന്നെ ഓക്സിജനും നൈട്രജനും അല്ലെ, ഓക്സിജൻ ആൻഡ് നൈട്രജൻ ആണ് അല്ലെ. ഓ, അങ്ങനെ ചോദിച്ചാണ്. സോറി, ഞാൻ പറഞ്ഞ ആംഗിൾ മാറിപ്പോയി. ഇത് അയനൈസേഷൻ എൻതാൽപ്പി ചോദിച്ചാണ് അല്ലെ. ഓക്സിജൻ ഹാസ് ലോവർ അയനൈസേഷൻ എൻതാൽപ്പി ദാൻ നൈട്രജൻ ആൻഡ് ഫ്ലൂറിൻ. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഗ്രാഫ് നോക്കിയാലേ, അയനൈസേഷൻ എൻതാൽപ്പിയിൽ ആ ഗ്രാഫ് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. ഗ്രാഫ് നോക്കുമ്പോ ഓക്സിജൻ അയനൈസേഷൻ എൻതാൽപ്പി താഴെയാണ്, നൈട്രജനും അതിന്റെ മുകളിലാണ്, ഓക്കെ, ഫ്ലൂറിൻ അതിന്റെ മുകളിലാണ്. നിങ്ങൾ ആ ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാവും. അതിന്റെ ആൻസർ എത്ര മാർക്ക് ക്വസ്റ്റ്യൻ അത്? ഓക്കെ, ഗീവ് റീസൺ 1 മാർക്ക് ക്വസ്റ്റ്യൻ കേട്ടോ.
Okay. Now, the answer is oxygen at the P4 configuration. What is the configuration? P4. Removal of an electron is easy to achieve P3 configuration, more stable P3 configuration. So, oxygen has less delta IH. Then, chlorine has higher negative electron gain enthalpy than fluorine. We will discuss this. So, question detailed question important. So that's the case. Mark. Yes. Reason. 13th question. Which is the acidic oxide among the following? Cl2O7. Acidic. Non-metal oxide acidic. Na2O. Na2O metal oxide basic. Al2O3 amphoteric. CO neutral. Acidic Cl2O7. First one is answer. 41. Justify the following. Neon has positive value of electron gain enthalpy. Nitrogen. Nitrogen group then noble gas. Electron gain enthalpy positive. And the carbon already stable configuration. Electron add extra energy electron add. So positive. Clear? An answer simple. It is due to stable octet. Stable octet electronic configuration of neon. Addition of extra electron needs energy. Clear? Or extra electron energy needs energy. Then B. The electron gain enthalpy of fluorine is lower than chlorine. Same case. The size of Al3 plus is lower than fluorine. Yes. Okay. Aluminium, fluorine, answer one cation and one element. Our cation size is very small as compared to an element. Answer the size of cation is very small as compared to element. Okay. Then 15th one. According to the following. First one, transition elements are D block elements. Transition elements are D block elements. Okay. Transition elements are D block elements. Okay. And periodic table chapter note, full note that need chapter minimum level or middle level. Middle level note address. Extra answer extra. Okay, notebook. Yes. Oh. Listen. D block element transition element transition D block element. So in the S block, now it is D block, and again it is also P block. This also correct. So this is S block, and this is P block, and here again D. S block rainbow electropositive one. This also not electropositive. Electron electropositive. Electron so they are electronegative. What is the electronegative? Okay. Electropositive in the electronegative so other transition. Transition means change. Change with okay. Elements electropositive. Element electronegative. Negative. Okay, positive and negative. So that is called what?
Transition. What is the name? Transition. The answer is simple. Okay, they are transition. Okay, transition. Transition D block elements are placed in between S block, electropositive S block, in between electropositive S block and electronegative P block. Electronegative P block. So they are called transition elements. So they are called transition elements. Clear? Yes. Okay. Then second one. The electron gain enthalpy of fluorine is lower than chlorine. Sorry. Okay. Another question. Chlorine has high electron gain enthalpy due to large size. Okay. Electron gain high electron gain enthalpy due to large size. It can easily accommodate an electron. Okay, so it gives large negative electron gain enthalpy. Fluorine chlorine fluorine comparison B. Select the isoelectronic species from the following. Question. Oxygen minus oxygen 2 minus oxygen minus oxygen atomic number, it is 8. 1 electron add 9 electron add. Then fluorine minus, fluorine 9 1 electron add 10 electron species. Sodium plus 11 atomic number, 1 electron poi, so 10 electron species. Magnesium plus magnesium 12 atomic number, then adin 1 electron poi, so 11 electron species. Select isoelectronic species from the following. Okay, adin 10 electron select fluorine minus sodium plus. Okay, that's one set isoelectronic species. Correct. Ini adutha set nokkumbo 7 Okay. Magnesium 11. Okay. Oxygen oxygen atomic number 8 9. Okay. Another question. It's good. Then 16th question. Electron gain enthalpy is one of the following important periodic table. One of the important periodic properties. Then first one, electron gain enthalpy. Definition in your notebook. Perfectly you read it. Then B. Explain any 2 factors affecting electron gain enthalpy. 2 factor. 3 factor ഞാൻ പറഞ്ഞിട്ടുണ്ട്. 1 radius, 2 atomic charge Z, 3 electronic configuration, stable electronic configuration like P3, P6, D5, D10. Notebook. Then write the oxidation state. Oxidation state and covalency of aluminium AlF63 minus. Oxidation state solve oxidation state covalency of aluminium aluminium R fluorine, so it is covalency 6. Notice valency point. Okay, notebook don't confuse with anything. 17th question. In periodic table, elements are classified into 4 blocks. Explain any 2 blocks. First question. Okay. Then according to the following. The first ionization enthalpy of boron is less than carbon. Boron first ionization enthalpy carbon moving from left to right, ionization enthalpy increases because radius decreases. That's normal anomalous anomalous beryllium and boron oxygen and nitrogen. So this is anomalous. This is normal moving from left to right, ionization enthalpy increases. Okay. Then second one. The first member of a group differ from the rest of the member of the same group.
The first member of a group differ from the rest of the members in the same group. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും, ഏറ്റവും ലാസ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്ത കാര്യം അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് സെക്കൻഡ് റോ എലമെന്റ്സ് ആണ് ഹെഡിങ്. ഓക്കെ, കെമിക്കൽ പ്രോപ്പർട്ടീസിൽ നമ്മൾ ഇങ്ങനെ ഏകദേശം ലാസ്റ്റിന്റെ തൊട്ട് മുമ്പായിരിക്കണം, അല്ലെങ്കിൽ അത് എങ്കിലും ഭാഗത്തായിരിക്കും. അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് സെക്കൻഡ് റോ എലമെന്റ്സ്. അതിൻ്റെ അകത്ത് 3 റീസൺസ് ആണ് ഇങ്ങനെ ഡിഫറെന്റ് ആവാനുള്ള കാരണം. ഒന്ന് സ്മോൾ സൈസ്, രണ്ട് ഹൈ ഇലക്ട്രോ നെഗറ്റിവിറ്റി, 3 ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റൽ. ഈ 3 കാരണം കൊണ്ടാണ് സോ ദേ ആർ ഡിഫർ. ഓക്കെ, 2 മാർക്ക് ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അക്കൗണ്ട് ദി ഫോളോയിങ്. Ionization enthalpy of nitrogen is greater than oxygen. It is due to P3 configuration of nitrogen is stable and removal of electron is difficult. And oxygen it is due to the P4 configuration of oxygen. Removal of an electron gives stable P3 configuration. What a reason. Okay. Then second period elements are show anomalous behavior. തൊട്ട് മുമ്പുള്ള ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളൂ. എന്താണ് റീസൺ? Again 3 ആൻസർ. Small size, okay, higher electronegativity, and third one d orbital absence. Absence would be orbital. 3 മാർക്ക് കൊടുത്തിട്ടുണ്ട്. Yes. Then option question B. Period of ions are given. A group of ions are given below. Then find one pair which is not isoelectronic. Underline the word not. Okay, so that is important. ഇതിനകത്ത് not ഇത് രണ്ടും അല്ലാത്തത് പറയാം. Sodium plus 10 electron species, aluminium 3 plus 10 electron species, calcium 2 plus 10 electron species, bromine minus. Calcium 2 plus അല്ല കേട്ടോ, sorry. Calcium atomic number എത്രയാണ്? Atomic number 20 ആണ്. 20 രണ്ടെണ്ണം പോയി, അപ്പൊ 18 ആണ് കേട്ടോ. Sorry, I am wrong. Calcium 2 plus 18 electron species, bromine minus, fluorine, chlorine 18. Okay, bromine minus 36 electron species ആണ് കേട്ടോ. 36 periodic table നോക്കിയാൽ പെട്ടെന്ന് കിട്ടും. Then F minus 10 electron species. അപ്പോൾ ഇതിൽ രണ്ടും ഐസോ ഇലക്ട്രോണിക് അല്ലാത്തത് സോഡിയം പ്ലസ് അലുമിനിയം 3 പ്ലസ് F മൈനസ് എല്ലാം 10 electron species. ഇതല്ലാത്തത് കാൽസ്യം 2 പ്ലസും ബ്രോമിൻ മൈനസ്. അപ്പോൾ സോ ദാറ്റ് ഇസ് ആൻസർ. കാൽസ്യം 2 പ്ലസ് ബ്രാക്കറ്റിൽ 18 electron species, bromine minus ബ്രാക്കറ്റിൽ 36 electron species. 19. Name the element with atomic number greater than 100 given by IUPAC. The atomic number of element of IUPAC is Bm. Un means 1. അടുത്ത 1 by then 2. അപ്പോൾ 1 1 2 ഏതാണ്? 1 1 2 നോക്കിയാൽ ഓപ്ഷൻ 1 is correct one. Then B. Why potassium considered as block element? Okay, എന്തുകൊണ്ട് പൊട്ടാസ്യം എസ് ബ്ലോക്ക് എലമെന്റ് കൺസിഡർ ചെയ്യുന്നു? ഇറ്റ്സ് വാലൻസ് ഇലക്ട്രോൺ ഇൻ എസ് ഓർബിറ്റൽ. വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാവുള്ളൂ കേട്ടോ. ഇറ്റ്സ് വാലൻസ് ഇലക്ട്രോൺ അറ്റ് എസ് ഓർബിറ്റൽ. Then C. The first ionization enthalpy of second period element generally increases from left to right along the period. എന്ന് പറഞ്ഞാൽ ലിഥിയം മുതൽ ഫ്ലൂറിൻ വരെ ലെഫ്റ്റ് ടു റൈറ്റ് ഇൻക്രീസ് ചെയ്യും പീരിയഡ്. Give reason for this general trend. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? ആൻസർ അപ്പൊ 2 മാർക്കിനാണ്, അതിനനുസരിച്ച് ആൻസർ ചെയ്യും. Moving from lithium to fluorine, ionization enthalpy increases due to the radius decrease. Okay, clear? Then and the reason 2 മാർക്ക് ആയതുകൊണ്ട്, so what is the reason? Okay, the electrons are filling in same orbital but nuclear charge increases. Electrons എല്ലാം ഒരേ സ്ഥലത്താണ് പ്ലേസ് ചെയ്യുന്നത്, പക്ഷേ ന്യൂക്ലിയസിന്റെ ചാർജ് ഇൻക്രീസ് ചെയ്യും, but nuclear charge increases. So that's the reason. 20. Ionization enthalpy and atomic radius are closely related properties. First one, analyze the following graph. Okay, ionization enthalpy പറഞ്ഞിട്ടുണ്ട്, atomic number പറഞ്ഞിട്ടുണ്ട്. What conclusion can you derive from the graph regarding first ionization enthalpy of alkali metals and noble gases? Justify your answer. അപ്പോൾ നോക്കിയാൽ മതി,
നിങ്ങൾ റൗണ്ട് ചെയ്യണം. ലിഥിയം റൗണ്ട് ചെയ്യണം, സോഡിയം റൗണ്ട് ചെയ്യണം, പൊട്ടാസ്യം റൗണ്ട് ചെയ്യണം, റുബീഡിയം റൗണ്ട് ചെയ്യണം, സീസിയം റൗണ്ട് ചെയ്യണം. അപ്പൊ മൂവ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇറ്റ് ഈസ് ഇൻക്രീസസ്. ഓക്കെ, സോറി ഇറ്റ് ഈസ് ഡിക്രീസസ് അല്ലെ, ഡിക്രീസസ്. ആൻഡ് ദെൻ അടുത്ത ഹീലിയം, നിയോൺ, ആർഗോൺ, ക്രിപ്റ്റോൺ, സിനോൺ, അതും റൗണ്ട് ചെയ്തേക്കാം. അപ്പൊ മൂവ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, സോറി മൂവിങ് ലെഫ്റ്റ് ടു റൈറ്റ്, അല്ലെങ്കിൽ മൂവ് ഫ്രം ടോപ്പ് ടു ബോട്ടം എന്ന് പറയാം കേട്ടോ. ടോപ്പ് ടു ബോട്ടം ഇറ്റ് ഈസ് ഡിക്രീസസ്. ഞാൻ വളരെ സിമ്പിൾ ആണ്, രണ്ട് സ്പ്ലിറ്റ് ചെയ്തേ പറയുള്ളൂ, കാരണം 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സോ മൂവിങ് ഫ്രം ടോപ്പ് ടു ബോട്ടം ഇൻ എ പീരിയഡ്, top to bottom in a period, ionization and delta IH is also decreases. That is basic answer. In the case of first group elements, moving from lithium to cesium, size like radius increases, so delta IH decreases. In other words, moving from helium to xenon, ആണ് noble gas last one, xenon, so radius increases, so delta IH decreases. That's simple answer. Then B, aluminum forms AlF6, whereas boron cannot form BF4 3-, but form BF4-, even though both belong in the same group. Okay, so നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് ഞാൻ അതിന്റെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് അത് ഫെമിലിയർ ആവാത്തുള്ളൂ. സോ ഇറ്റ് ഈസ് ഈസി ടു ആൻസർ. ഓക്കെ, വാട്ട് ഇസ് ദ തിങ്, നമ്മൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് അനലൈസ് ചെയ്തു കേട്ടോ. ജസ്റ്റ് വി ആർ അനലൈസിങ് ദ ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ദ ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ എവിടെ പോയി? യെസ്, അലൂമിനിയം ഫോംസ് Al, here again F6 3-, Al F6 3-, whereas boron cannot form. Okay, what is the thing? BF6, okay, 3-, it cannot form, it is forming. And in the case of next one, but forms BF4-, here again BF4, F4-. Okay, ഇത് ഫോം ചെയ്യുന്നു. അലുമിനിയം ഇത് ഫോം ചെയ്യാൻ പറ്റും, AlF4- അലുമിനിയത്തിന് ഫോം ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് കോവാലൻസി 6, ഇത് കോവാലൻസി 6 അറ്റൈൻ ചെയ്യാത്തത്? ഓക്കെ, അപ്പൊ നമ്മൾ എന്റെ അകത്തൊരു ആൻസർ പറയുന്നത്, അലൂമിനിയത്തിന്റെ അകത്ത് d orbital present ആണ്. d orbital is present. Here d orbital is practically absent. അത്രയുള്ള ആൻസർ കേട്ടോ. ഓക്കെ, ഡ്യൂ ടു ദി ആബ്സെൻസ് ഓഫ് d orbital in boron, its covalency is maximum 4. Okay, and due to the presence of d orbital in aluminium, its maximum covalency is 6. കഴിഞ്ഞു. ഇത് നിങ്ങൾക്ക് പ്രയാസമാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് വേറൊരു ആൻസർ ഉണ്ട്. It is due to the absence of d orbital in boron, okay, and the presence of d orbital in aluminium. കഴിഞ്ഞു. Okay, clear? Yes. So that's the thing. 2 മാർക്ക് ക്വസ്റ്റ്യൻ കേട്ടോ. For the presence of absence number. Then 21. Transition elements are placed in the group 3 and 12 of periodic table. Give any 2 characteristics of transition element. ഏതെങ്കിലും 2 ക്യാരക്ടറിസ്റ്റിക് ആണ് ചോദിച്ചേക്കുന്നത്. നമ്മളത് ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കുമ്പോൾ ഞാൻ അത്ര എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല ഇതിനകത്ത്, എന്നാൽ എഴുതി വെച്ചേക്കാം. ഓക്കെ, എഴുതിയേക്കാം. They are metals. ഒന്നാമത്തെ കാര്യം, they are metals. രണ്ടാമത്തെ കാര്യം, they show variable oxidation state. മൂന്നാമത്തെ ഒരു കാര്യം, 4 കാര്യം വേണമെങ്കിൽ നമുക്ക് എഴുതി വെക്കാം. മൂന്നാമത്തെ കാര്യം, they give colored compounds. നാലാമത്തെ കാര്യം, they show catalytic activity. അപ്പൊ അത് ഒന്ന് എഴുതിക്കാം. യെസ്, അത് നമ്മൾ ഫുള്ള് ഡിസ്കസ് ചെയ്യാൻ നമ്മൾ പോകില്ല, ഓരോന്നിനെ പ്രോപ്പർട്ടി എടുത്തെടുത്ത് ഡിസ്കസ് ചെയ്യാൻ ഇറ്റ്സ് ഡിഫിക്കൽട്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ അത് സോൾവ് ചെയ്തു. ഡോണ്ട് വറി. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ ബി, അതിനകത്ത് 22 B, റൈറ്റ് ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ്. കൃത്യമായിട്ട് നോട്ടിൽ പറഞ്ഞിട്ടുണ്ട്, അത് നോക്കാം. N-1 D, ഓക്കെ, 1 to 10, and NS 1 to 2. അതാണ് അതിന്റെ ആൻസർ കേട്ടോ. ഓക്കെ,
Then see, the first ionization enthalpy of sodium is lower than that of magnesium, but second ionization enthalpy is higher than that of magnesium. Explain. Ionization enthalpy നോട്ടുകൾ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. സോഡിയത്തിന്റെ എക്സാമ്പിളും മെഗ്നീഷ്യത്തിന്റെ എക്സാമ്പിളും ഞാൻ പിന്നെ അത് ഡിസ്കഷൻ നീട്ടിക്കൊണ്ടുവല്ല, വളരെ കൃത്യമായിട്ട് നോട്ട്ബുക്കിലാകുന്നുണ്ട്, അത് നിങ്ങൾ വായിക്കാം. യെസ്. Then 23. Reactivity of an element is very much related to its ionization enthalpy. ശരിയാണ്. അയനൈസേഷൻ എൻതാൽപ്പി വളരെ കൂടുതലാണെങ്കിൽ ഇസ് മോർ റിയാക്റ്റീവ്, വളരെ കുറവാണെങ്കിലും ദേ ആർ മോർ റിയാക്റ്റീവ്. വേണമെങ്കിൽ ഒന്ന് സൈഡിൽ എഴുതി വെച്ചോ. ഓക്കെ, ഒരു പോയിന്റ് ആയിട്ട് എഴുതി വെച്ചോ. ഇഫ് അയനൈസേഷൻ എൻതാൽപ്പി ഈസ് വെരി ലാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓക്കെ വെരി ലാർജ് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇഫ് അയനൈസേഷൻ എൻതാൽപ്പി ഈസ് വെരി ലാർജ്, ഒരു വര ഹൈലി റിയാക്റ്റീവ്, ബ്രാക്കറ്റിൽ ഫ്ലൂറിൻ. Then if ionization enthalpy is very small, highly reactive, and example cesium, random reaction. Okay. In question in general, ionization enthalpy increases from left to right across a period. Give reason find out is due to increase or decrease of radius. Then B. Observation following graph which have first ionization enthalpy of element is second period of plot against the atomic number is that. I got it. Okay. A graph shows various graph missing. Just skip the question. 27. A graph showing variation of atomic radius with atomic number of alkali metals given. Okay, given. Comment on variation of atomic radius with the increase of atomic number in a group. Give reason. കൃത്യമായിട്ട് നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. Then moving from top to bottom, അതാണ് ഉദ്ദേശം കേട്ടോ. Top to bottom എന്താണ്? Atomic radius increases because number of inertial increases, so screening effect is also increases. That's the reason. Then what is mean by ionization? Sorry, isoelectronic species. Answer parayanda avashyam same electron species. Then C, select the isoelectronic species given from following. Parayanda avashyamilla, ini nammal solve cheyan nikkanilla. Okay, ningal thanne swayam solve cheyyam. 28. The graph of atomic radius versus atomic number given below. Ee graph nammal varachittund. Nammal notebookil kൃത്യമായിട്ടുണ്ട് graph. Okay. അപ്പോൾ ഗ്രാഫ് നിങ്ങൾ നോക്കാം. വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദി ഗ്രാഫ്? ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. മൂവിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് എലോങ് എ പീരിയഡ്, അല്ലെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ് എന്ന് പറയാം, എലോങ് എ പീരിയഡ് റേഡിയസ് ഡിക്രീസസ്. റേഡിയസ് എന്താണ്? ഡിക്രീസസ്. അതാണ് സിമ്പിൾ. മാർക്ക് അനുസരിച്ച് മാത്രം ആൻസർ ചെയ്താണോ. മൂവിങ് ലെഫ്റ്റ് ടു റൈറ്റ് റേഡിയസ് ഡിക്രീസസ്. അടുത്തത് അക്കോൺ ദി ഒബ്സർവേഷൻ ദാറ്റ് കാറ്റയോൺ ഈസ് ആൾവേസ് സ്മോളർ ദാൻ the parent atom while the anion is always larger than parent atom. Okay. അപ്പോൾ ഇത് വളരെ ഈസിയാണ് അതിന് ആൻസർ ചെയ്യാൻ. റിമൂവൽ ഓഫ് എൻ ഇലക്ട്രോൺ ഓക്കെ ഗീവ് സ്മോൾ സൈസ്. ക്ലിയർ? ഓക്കെ. ദെൻ അഡീഷൻ ഓഫ് ഇലക്ട്രോൺ ഗീവ് ലാർജ് സൈസ്. ഒരു സിമ്പിൾ ലെവൽ അത്രയും എഴുതിയാൽ മതി. രണ്ട് മാർക്ക് ഈസി. 29. Development of periodic table has made the study of element and the compounds easier. Then first one, discuss about the main features of mentally periodic table. Wrong. ആരും ഇപ്പൊ മെന്റലി പീരിയഡ് ടേബിൾ വെച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാറില്ല. സോ നമ്മൾ വേണമെങ്കിൽ പറയാം അക്കോർഡിംഗ് ടു മാസ്. ഓക്കെ, periodic table പറയാം. ഓക്കെ, സോ mentally periodic table is based mentally periodic table. Then elements are arranged based on atomic masses. അത്രയെങ്കിലും എഴുതിയാൽ മതി. രണ്ടാമത്തെ സ്റ്റേറ്റ് മോഡേൺ പീരിയോഡിക് ലോ പറയേണ്ട ആവശ്യമില്ല. Give IUPAC name of element with atomic number 112 BM. Okay, then 30. According to the following, ionization enthalpy of nitrogen is greater than oxygen. Again, repeat the question. Then atomic radius decrease from left to right of period. Okay, repeat the question. Electron gain enthalpy of fluorine and chlorine. Again, repeat the question. I'm not discussing. Then 31. Who introduced the periodic law of elements at the first time? State the law. Periodic law of the elements for the first time.
പീരിയോഡിക് ലോ. പീരിയോഡിക് ലോ ഏറ്റവും ആദ്യം പിന്നെ പറഞ്ഞത് മെന്റലി തന്നെയാണ്. പീരിയോഡിക് ലോ നമ്മൾ നേരത്തെ പറഞ്ഞ ലോ തന്നെയാണ്. ഓക്കെ, സ്റ്റേറ്റ് ലോ, അത് നമ്മൾ നേരത്തെ പറഞ്ഞ ലോ ആണ്. ഓക്കെ, then B, സ്റ്റേറ്റ് മോഡേൺ പീരിയോഡിക് ലോ പറയേണ്ട ആവശ്യമില്ല. മോസ്റ്റ്ലിസ് പീരിയോഡിക് ലോ അഗെയിൻ നിങ്ങൾക്ക് അറിയാം, ഞാൻ പിന്നെ അത് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നില്ല. Then 32, elements have electron gain enthalpy and electron negativity. Two elements belong the same group. One has highest electronegativity than the other. Highest electron gain enthalpy. Identify us. എന്തോ ഒരു ഡാറ്റ മിസ്സിംഗ് ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്ത്. One has highest electronegativity than the other. Sorry. There is no data missing. I am missing. Okay, don't worry. So it is we two elements. ഞങ്ങൾ രണ്ട് എലമെന്റ്സ് ഉണ്ട്. Belong the same group. ഒരേ ഗ്രൂപ്പിലാണ്. One has the highest electronegativity. Highest electronegativity fluorine. Okay. Yes. And highest and the other. Highest electron gain enthalpy, negative electron gain enthalpy എന്ന് പറയണം കേട്ടോ. And then that is fluorine. Okay. So answer is identify as one is fluorine and other is chlorine. Define electron gain enthalpy. പറയേണ്ട ആവശ്യമില്ല. Electron gain enthalpy values of noble gases are 0. Wrong ആണ്. 0 അല്ല, പോസിറ്റീവ് ആണ് കേട്ടോ. പോസിറ്റീവ്. Why? അതിന്റെ ആൻസർ അപ്പൊ ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റിയേക്ക. ആ 0 എന്ന് പറയും പോസിറ്റീവ്. Why? So addition of an electron to a stable noble gas configuration is very difficult and extra energy is needed. Then comma, so delta EGH is equal to positive. Then 33. Cation is smaller than the corresponding neutral atom while the anion is larger. Justify. ഇനി നമ്മൾ അത് ഡിസ്കസ് ചെയ്യുന്നില്ല. കാറ്റയോന്റെ സൈസ് കുറവാണ് because one electron is removed. One valence electron is removed and from neutral atom, but in the case of anion, one electron is added to the element or neutral atom, so size is big. മൂന്ന് മാർക്കിന്റെ ആവശ്യമില്ല. ഓക്കെ, യെസ്. I am wrong. ഞാൻ ചിലപ്പോൾ ക്വസ്റ്റ്യനെ 27 മുതലാണ് തുടങ്ങിയേക്കണം കേട്ടോ. സോറി, I am wrong. ഞാൻ 27 മുതലാണ് ക്വസ്റ്റ്യൻ തുടങ്ങിയേക്കണം കേട്ടോ. അപ്പോ ഞാൻ എന്തോ ഒരു ചെറിയ മിസ്സിങ് വരുത്തി. സോറി ഫോർ ദ ട്രബിൾ. ഓക്കെ, അപ്പൊ ഞാൻ 27 മുതലാണ് ക്വസ്റ്റ്യൻ തുടങ്ങിയേക്കണേ. അപ്പോ ഡോൺ കൺഫ്യൂസ്. ഓക്കെ, അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ പിൻ ചെയ്തതില് തെറ്റുപറ്റി. ഓക്കെ, അപ്പൊ ഞാൻ 23 എന്നുള്ള ക്വസ്റ്റ്യൻ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായി കേട്ടോ. അത് ഞാൻ പിന്നെയും കണ്ടിന്യൂ ചെയ്യണേ. The reactivity of 23 reactivity of an element is very much related to ionization enthalpy. Okay, and B question. Observation following the graph in which the first ionization enthalpy of element in the second period is plotted against the atomic number is set. Okay, identify the anomalous value and justify. ഞാൻ അടുത്ത പേജിലേക്ക് പോയി. Identify the anomalous value and justify. Okay, അപ്പൊ അതിൻ്റെ അകത്ത് അനോമലസ് വാല്യൂ ഉള്ളത് ഒന്ന് ബെറിലിയം ബോറോൺ, നൈട്രജൻ ഓക്സിജൻ. ഇത് രണ്ടും നോട്ടിൽ വളരെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. You see it and explain it. Okay, 3 മാർക്കാണ്. 1.5 + 1.5. Then 24. The IUPAC name has made some recommendations to name elements with atomic number above 100. What would be the name of element with atomic number 104? 1 means un, then nil, 4 number quad, and nil quadium. Okay, yes. ഞാൻ ബോർഡിൽ എഴുതുന്നില്ല, ആവശ്യമില്ല, അത് ഈസിയാണ്. Then B, electronegativity is the ability of element to attract the shared pair of electrons. Name the numerical scale of electronegativity of element. Name a numerical. 3 സ്കെയിൽ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് പോളിംഗ് സ്കെയിൽ, 2 ആൽഫ്രഡ് റോ, അടുത്തത് ജെഫി സ്കെയിൽ, അല്ലാർഡ് ജെഫി സ്കെയിൽ. അപ്പൊ ഈ ഫോണിൽ അല്ലാർഡ് ജെഫി എന്ന് തോന്നുന്നു. ജെഫി നോട്ട്ബുക്ക് നോക്കിക്കാം. ഓക്കെ, മുള്ളിക്കൻ മുള്ളിക്കൻ ജെഫി. യെസ്, മുള്ളിക്കൻ ജെഫി ആണ് കേട്ടോ. കോമ്പിനേഷൻ മുള്ളിക്കൻ ജെഫി സ്കെയിൽ ആൻഡ് അല്ലാർഡ് ആണോ ആൽഫ്രഡ് ആണോ? ഓക്കെ, then anyway ആൽഫ്രഡ് ജെഫി. ഓക്കെ, സ്കെയിൽ.
മൂന്ന് സ്കെയിൽ എങ്കിൽ ഒരു സ്കെയിലിന്റെ പേര് ചോദിച്ചുള്ളൂ. യെസ്, യു റൈറ്റ് ദാറ്റ്. Then C. Give reason for following. Phosphorus forms PCl5 while nitrogen cannot form NCl5. ഇത് നിങ്ങൾക്ക് ഇവിടെ വെച്ചിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ല, പി ബ്ലോക്കിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ കൂടി നമുക്ക് ഇവിടെ വെച്ച് ഒരു രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ യു ക്യാൻ സേ ഫോസ്ഫറസ് ഇതേപോലെ തന്നെയാണ് കേട്ടോ. Phosphorus can form PCl5. Okay, but nitrogen cannot form NCl5. Okay, it's also NCl5. Answer is very simple. Phosphorus containing d orbital, so its maximum covalency is 5. So it is due to the absence of d orbital in nitrogen, NCl5 cannot form. Okay, this can form. This is due to absence of d orbital in nitrogen, and this is due to presence of d orbital in nitrogen. So that's the answer. ഇത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ സ്വല്പ സമയം കഴിയുമ്പോൾ ഒരു പി ബ്ലോക്ക് എത്തുമ്പോഴത്തേക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, ഡോണ്ട് കൺഫ്യൂസ് ദിസ്. Then first next question. First ionization enthalpy of oxygen is smaller compared to nitrogen. നമ്മൾ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നൈട്രജന് ionization enthalpy കൂടുതലാണ്, ഓക്സിജൻ കുറവാണ്. So it's a P3 configuration nitrogen and P4 configuration oxygen. അതിന്റെ റീസൺ കൂടി പറയണം. 1 മാർക്കാണെങ്കിൽ അത്രയും മതി. ഓക്കെ, it is due to P3 configuration of nitrogen, stable P3 configuration nitrogen and P4 configuration of oxygen. 1 മാർക്കിന് അത്രയും മതി. Then 25. റീസണിലേക്ക് പോകണ്ട. 25. Wait a second. ക്ലാസ് okay, yes. Then എവിടെ പോയി നമ്മൾ നിർത്തിയത്? 25ലേക്ക് നമ്മൾ പോവാണ്. Electron gain enthalpy is the amount of energy released when an isolated atom works with electron to form monovalent anion. The value of electron gain enthalpy of atomic radius of halogen given below. നമ്മൾ എഴുതിയിട്ടുണ്ട് ബോർഡിൽ. ഓക്കെ, അതേപോലെ തന്നെയുള്ള കാര്യമാണ്. ഓക്കെ, ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ. The first question, why electron gain enthalpy decreases from chlorine to iodine? Chlorine മുതൽ iodine വരെ ഡിക്രീസ് ചെയ്യാണ്. അത് ആ ട്രെൻഡ് നോക്കിയാൽ മതി. ആരോ, നമ്മൾ ആരോ വെച്ചിട്ടാണ് ട്രെൻഡ് എഴുതാം. മൂവിങ് ഫ്രം ടോപ്പ് ടു ബോട്ടം, ജനറൽ കാര്യം പറയാവുള്ളൂ. മൂവിങ് ഫ്രം ടോപ്പ് ടു ബോട്ടം സൈസ് അല്ലെങ്കിൽ റേഡിയസ് ഇൻക്രീസസ്. സോ ഇലക്ട്രോൺ ഡെൽറ്റ EGH, നെഗറ്റീവ് ഡെൽറ്റ EGH ഡിക്രീസസ്. ക്ലിയർ? യെസ്, അത് കാര്യം. അടുത്തത്, ക്ലോറിൻ ഹാസ് മോർ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ദാൻ ഫ്ലോറിൻ. വൈ? എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റൻ ആണ്. ദെൻ അത് നമ്മൾ പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ബി, ഐഡന്റിഫൈ ദ ലാർജസ്റ്റ് ആൻഡ് സ്മാളസ്റ്റ് അയോൺ ഇൻ ദി ഫോളോയിങ്. അത് നമ്മൾ ഡിറ്റോ ക്വസ്റ്റൻ ആണ്, നമ്മൾ നോട്ട്ബുക്കിൽ സോൾവ് ചെയ്താണ്. Then 26, Moseley is modified Mendeleev's periodic table, like law, based on observation of X-ray spectra of elements. Correct? State modern periodic law. IUP is the name of element 109. 1 means un, then 0 nil, unnil, 9 n, en another 9, 1 nil n neo. Okay, yes. Then C. Analyze the following graph between ionization enthalpy and atomic number. Analyze the following graph between ionization enthalpy and atomic number. Oh, yes, I got it. What do you observe from the graph? Justify for your observation. Moving from top to bottom, a group. The radius increases. Radius increases. So number of inertial due to number of inertial increases. Radius increases and ionization enthalpy decreases. So that's shown from this graph. Correct. So ഇത്രയാണ് നമ്മൾ ഈ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനിലേക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, നമ്മൾ അത്യാവശ്യം വേണ്ട, ഇപ്പൊ നമുക്ക് സമയം എത്രയും നോക്കട്ടെ. ഇറ്റ് ഈസ് ടൈം ഈസ് 54 minutes. ഓക്കെ, ഇറ്റ്സ് എ ലാർജ് ടൈം. ഓക്കെ, നമ്മൾ ജസ്റ്റ് ആ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് എടുക്കുക. എന്നിട്ട് നമുക്ക് അത്യാവശ്യം ഒരു ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന 1-2 ക്വസ്റ്റ്യനോ വന്നാലോ. ഓക്കെ, ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യനുള്ള മിക്കവാറും ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യിച്ചിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണം മാത്രമേ മിസ്സിംഗ് ആയിട്ടുണ്ടാവുള്ളൂ.
ഓക്കെ, ഒരെണ്ണം മാത്രമേ മിസ് ചെയ്യുള്ളൂ. പ്രോബ്ലം നമ്പർ 3.10 മാത്രമേ മിസ്സിംഗ് ഉണ്ടായിട്ടുള്ളൂ. മിസ്സിംഗ് മീൻസ് അതിന്റെ ഒരെണ്ണം നമ്മൾ ചെയ്താണ്, രണ്ടാമത് Cl2O7 നമ്മൾ ചെയ്തു, ബോഡി ചെയ്താണ്. അപ്പൊ അതിന്റെ അസിഡിറ്റി ബേസിറ്റി ആണ്. ഓക്കെ, അപ്പൊ അതിലേക്ക് നമ്മൾ പോകുന്നില്ല. നമ്മൾ ഇനി ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുമ്പോ മിക്കവാറും നമ്മുടെ നോട്ട് വെച്ച് നോക്കുമ്പോൾ എല്ലാത്തിനും നമ്മൾ ചെയ്താണ് കേട്ടോ. ഓക്കെ, എല്ലാത്തിനും ഏകദേശം നമ്മൾ ചെയ്താണ്. നമ്മൾ ഇനി കാര്യമായിട്ട് അതിൻ്റെ അകത്തേക്ക് പോകുന്നില്ല. ഓക്കെ, നമുക്ക് ഇനി അങ്ങനെ ഒരു സമയം നമുക്കില്ല. നമ്മൾ ഇത്രയും ഒരു ഇപ്പൊ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. നമ്മൾ ഇത് ഏകദേശം ഡിറ്റോ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസിലെല്ലാം ഏകദേശം ഡിറ്റോ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ എക്സസൈസ് ചെയ്താൽ ഇറ്റ് ഈസ് ബെസ്റ്റ് ഫോർ. ഞാൻ പിന്നെ എക്സസൈസിലേക്ക് പോകുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതോടുകൂടി ഈ ചാപ്റ്റർ കംപ്ലീറ്റഡ് ആണ്. ഓക്കെ, അതിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. എക്സെപ്റ്റ് ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഇൻഡെക്സ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. എക്സസൈസ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ അധികം പോയിട്ടില്ല. ഓക്കെ, എനിവേ ദാറ്റ് ഈസ് ഇനഫ്. ഐ തിങ്ക് ഇനഫ് ഫോർ ഹയർ സെക്കൻഡറി പാക്കേജ്. ഓക്കെ, നമ്മൾ അപ്പോൾ അതോടുകൂടി ഈ ചാപ്റ്റർ നമ്മൾ ഫിനിഷ്ഡ് ആണ് വിത്ത് ഓക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻഡ് ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, എക്സസൈസ് ക്വസ്റ്റ്യൻ നമ്മൾ തൽക്കാലം ഒന്ന് മാറ്റി, ഏകദേശം ഡിറ്റോ പോലെയാണ് വിചാരിച്ചിട്ട് മാറ്റി വെക്കാം. സോ അപ്പൊ ഇത്ര തന്നെ പഠിച്ചാൽ മതി, നിങ്ങൾക്ക് ഫുൾ മാർക്ക് പീരിയോഡിക് ടേബിളിൽ എന്നുള്ള ചാപ്റ്ററിൽ സ്കോർ ചെയ്യാൻ പറ്റും. And thank you for listening my class. Okay, and be safe. Okay, thank you.